നമസ്കാരം. പിണറായി വിജയനും സുകുമാരക്കുറുപ്പും ഇതിൽ ആരാണ് യഥാർത്ഥ വലിയ ക്രിമിനൽ, കൊടും ക്രിമിനൽ ആരാണ് എന്നുള്ള ചോദ്യമാണ് ഞാൻ ഉയർത്തുന്നത്. ഈ അടുത്ത കാലത്ത് തമ്മിൽ എന്ന പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ആ പരിപാടിയിൽ ഞാൻ ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യം, 80 വയസ്സായിട്ടുള്ള സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടായിരിക്കുമോ എന്നുള്ള ചോദ്യമാണ് അവതാരകനായ ശ്രീകണ്ഠൻ നായർ ഉയർത്തിയത്. അതിനുള്ള മറുപടിയും ഞാൻ പറഞ്ഞത്, തീർച്ചയായും അദ്ദേഹത്തിന് 78-80 വയസ്സൊന്നും വയസ്സല്ല. കാരണം ഇതിനേക്കാൾ വലിയ കൊടും ക്രിമിനലായ പിണറായി വിജയൻ ജീവിച്ചിരിക്കുന്നില്ലേ? അപ്പം അതിലപ്പുറത്തേക്കുണ്ടോ? അദ്ദേഹം മുണ്ട് മടക്കി കുത്തി ട്ടല്ലേ വയനാട്ടിൽ മണ്ണിടിഞ്ഞ സ്ഥലത്തെത്തിയത്. അപ്പം സുകുമാരക്കുറുപ്പാണെങ്കിൽ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഒന്നും പ്രവർത്തിച്ചില്ല, തട്ടിപ്പും വെട്ടിപ്പുമായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഒളിവിൽ താമസിച്ച് സുഖമായി ജീവിച്ചിരിക്കുകയാണ്. അപ്പം എൻ്റെ ചോദ്യം അതാണ് ഇപ്പം ഞാൻ പറയുന്നത്, ആരാണ് ഏറ്റവും വലിയ കൊടും ക്രിമിനൽ? സുകുമാരക്കുറുപ്പിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഇൻഷുറൻസ് തുക 8 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ 8 കോടി ആയിരിക്കും തോന്നുന്നു ഇന്നത്തെ വാല്യൂ. 1984 8 കോടി ആണെങ്കിൽ ഇന്ന് വേണേൽ 80 കോടി നമുക്ക് കണക്കൂട്ടാം. ആ 8 ലക്ഷം രൂപ അദ്ദേഹം ദുബായിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം അവിടെ ഇൻഷുറൻസ് ചേരുകയും അവിടെ കിട്ടേണ്ട പൈസ തട്ടിയെടുക്കാൻ വേണ്ടി മരിച്ചതായ റെക്കോർഡ് വേണം. ആ മരിച്ച റെക്കോർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തൻ്റെ രൂപസാദൃശ്യമുള്ള ചാക്കോ എന്ന് പറയുന്ന ഒരു ഫിലിം റെപ്രസെൻറ്റേറ്റീവിനെ കൊന്ന് കത്തിച്ച് അതിനുശേഷം കാറിൽ കൊണ്ടിട്ട് കത്തിക്കുന്നതും എന്നിട്ട് കത്തിച്ച് ആ കാറടക്കം കത്തിക്കുന്നത്. എന്നാൽ ഇത് ഒരു കൃത്യമായിട്ടുള്ള ഒരു കള്ളക്കേസാണെന്ന് മനസ്സിലായ DYSP ഹരിദാസൻ വളരെ കൃത്യമായി അന്വേഷിക്കുകയും ഇതൊരു ഫാബ്രിക്കേറ്റഡ് ആയ കാർ കത്തിയതാണെന്നും ഇതിന് പിന്നിൽ ദുർഗൂഢതയുണ്ടെന്ന് മനസ്സിലാക്കി അതിൽ സുകുമാരക്കുറുപ്പിന്റെ ബന്ധുക്കളായ ആളുകളെ അടക്കം അറസ്റ്റ് ചെയ്തു. ആ സംഭവം വലിയ തോതിൽ നമുക്കറിയാം, വലിയ ഇഷ്യൂ ആയി. അന്ന് മുതൽ സുകുമാരക്കുറുപ്പിനെ കാണാനില്ല. കുറുപ്പ് എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. കുറുപ്പ് ജീവിച്ചിരിക്കുന്നു എന്ന് അലി അക്ബർ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ കൃത്യമായി തൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ 2017 ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്നേ വരെ അതിനകത്ത് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. സുകുമാരക്കുറുപ്പ് ഇടയ്ക്ക് ചെങ്ങന്നൂരിൽ വരുന്നു എന്നും തൻ്റെ മക്കളെ കാണാൻ വരുന്നുവെന്നും ഭാര്യയെ കാണാൻ വരുന്നു എന്നൊക്കെ ഉള്ള വാർത്തകളുണ്ട്. മാത്രമല്ല തൻ്റെ മകൻ്റെ മാരേജിന് അദ്ദേഹം വേഷം മാറിയ ആ സംഭവത്തിൽ പങ്കെടുത്തു എന്നുള്ള ആരോപണവും വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ സന്ദർഭങ്ങളിലൊന്നും പിടികിട്ടാപ്പുള്ളിയായ സുകുമാരക്കുറുപ്പിനെ പിടിക്കാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. അന്ന് സുകുമാരക്കുറുപ്പിനെ ഇതിൽ രക്ഷപ്പെടുത്തിയത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന വയലാർ രവിയായിരുന്നു എന്നുള്ള ആരോപണമാണ് ഉണ്ടായിരുന്നത്. ഇത് ക്രൈം നേരത്തെ പ്രസിദ്ധീകരിച്ചതാണ്. അതേപോലെ അന്നത്തെ DGP ആണ് രക്ഷപ്പെടുത്താനുള്ള എല്ലാ മാർഗങ്ങളും ഉണ്ടാക്കി കൊടുത്തതെന്നും ആരോപണമുണ്ടായിരുന്നു. ഇത് മാസങ്ങളും കൊല്ലങ്ങളും കഴിഞ്ഞു, 42 വർഷങ്ങൾ കഴിഞ്ഞു. 1984 നടന്നൊരു സംഭവമാണ്. ഇപ്പോൾ 78 വയസ്സായിരിക്കും എന്നാണ് അലി അക്ബർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞിട്ടുള്ള തമ്മിൽ എന്നുള്ള പരിപാടിയിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ പലരും അതിനുശേഷം സുകുമാരക്കുറുപ്പിനെ തേടി പല അന്വേഷണങ്ങളും നടത്തി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ പോയി വീഡിയോ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഒരു ചോദ്യം ചോദിച്ചത്. ശ്രീകണ്ഠൻ നായർ ഒരു ചോദ്യം ചോദിച്ചത്, സുകുമാരക്കുറുപ്പ് ഈ വയസ്സിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവുമോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു, തീർച്ചയായും പിണറായി വിജയനെ പോലുള്ള ഒരു കൊടും ക്രിമിനലിന് അതേപോലെ ജീവിക്കാൻ പറ്റുമെങ്കിൽ, ഇപ്പോഴും 82 വയസ്സായി, തട്ടിപ്പും വെട്ടിപ്പും നടത്തി പരസ്യമായ രംഗത്ത് നിന്നിട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ, ഒളിവിൽ കഴിയുന്ന സുകുമാരക്കുറുപ്പിനുണ്ടോ ജീവിക്കാൻ വല്ല ബുദ്ധിമുട്ട്? എന്താണ് സുകുമാരക്കുറുപ്പും പിണറായി വിജയൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആരായിരിക്കും കൊടും ക്രിമിനൽ? നമുക്ക് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യം, പിണറായി വിജയനാണ് കൊടും ക്രിമിനൽ എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ജനങ്ങളെയാണ് പറ്റിച്ചത്, പാർട്ടിയെയാണ് പറ്റിച്ചത്, പാർട്ടി അണികളെയാണ് അദ്ദേഹം പറ്റിച്ചത്. എന്നിട്ടോ അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി, പിന്നീട് മുഖ്യമന്ത്രിയായി. ഇത്രയൊക്കെ ജനങ്ങളെ പറ്റിച്ച് മുഖ്യമന്ത്രിയാവാൻ പറ്റുന്ന ഒരാൾക്ക് ഇത്രയും തട്ടിപ്പുകൾ നടത്തിയ ശേഷം ആവാൻ പറ്റുമെങ്കിൽ തീർച്ചയായും അദ്ദേഹം തന്നെയല്ലേ ഏറ്റവും വലിയ കള്ളൻ. സുകുമാരക്കുറുപ്പിനേക്കാൾ ഏറ്റവും വലിയ കള്ളൻ ഞാൻ പറയുക പിണറായി വിജയനാണെന്ന്. ഒരു ഉദാഹരണം പറയാം. ലാവ്ലിൻ കേസ് തന്നെ. ലാവ്ലിൻ കേസിൽ 1996 ലാവ്ലിൻ കേസിൽ പിണറായി വിജയന് 2 കോടി രൂപ മെയ് മാസത്തിൽ ഇലക്ഷൻ സമയത്ത് ദിലീപ് രാഹുൽ എന്ന് പറയുന്ന അതിൻ്റെ ഇടനിലക്കാരൻ കണ്ണൂരിൽ വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ തെളിവുകളെല്ലാം തന്നെ ലാവ്ലിൻ കേസിൻ്റെ രേഖകളിലുണ്ട്. ദീപക് കുമാർ എന്ന് പറയുന്ന ദിലീപ് രാഹുലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ കൃത്യമായി മൊഴിയും കൊടുത്തിട്ടുണ്ട്. ദിലീപ് രാഹുലൻ കൃത്യമായി ഗുരുവായൂർ എറണാകുളത്ത് നിന്ന് പല ബാങ്കുകളിൽ നിന്നും പണം പിൻവലിച്ച്
ഗുരുവായൂർ വന്ന് അവിടെ താമസിച്ച് കോഴിക്കോട് അല്ല അവിടെ ഭണ്ഡാരത്തിൽ കുറച്ച് പണമിട്ട് കോഴിക്കോട് വന്ന് താജിൽ താമസിച്ച് അവിടെ ജനതാദൾ നേതാവായിരുന്ന നമ്മുടെ ദേവഗൌഡയെ കണ്ട് അങ്ങനെ അദ്ദേഹം കണ്ണൂരിലെത്തി ഗസ്റ്റ് ഹൗസിൽ വെച്ച് 2 കോടി റുപ്യ ബാഗിലാക്കി കൊടുത്തു എന്നാണ് ഉള്ളത്. ഇവരുടെ കാറിലാണ് പോയിരുന്നത്. അങ്ങനെ അതിന് ശേഷമാണ് പിണറായി വിജയൻ വിദ്യുച്ഛക്തി മന്ത്രിയാവുന്നത്. അത് കൃത്യമായി തന്നെ അന്ന് സ്വാധീനമുണ്ടായിരുന്ന പിണറായി വിജയൻ വിദ്യുച്ഛക്തി മന്ത്രിയായി, EK നായനാറുള്ള മുഖ്യമന്ത്രി, അങ്ങനെ വിദ്യുച്ഛക്തി മന്ത്രിയായി അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം അദ്ദേഹം ദിലീപ് രാഹുലിന്റെ കൂടെ എവിടെ പോവാണ്? കാനഡയിൽ പോവാണ്. കാനഡയിൽ പോയിട്ട് വെറും 24 കോടി രൂപയ്ക്ക് കൊടുത്ത കൺസൾട്ടൻസി കരാർ എന്താക്കി? സപ്ലൈ കരാറാക്കി. ഒരു കമ്പനി പോലും ഇല്ലാത്ത, പ്രൊഡക്ഷൻ പോലും ഇല്ലാത്ത ഒരു സ്ഥാപനമായ SNC ലാവലിന് ഏതൊക്കെയോ ഡ്യൂപ്ലിക്കേറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികൾക്ക് ആവശ്യമായ പൈപ്പും പെൻപൈപ്പും അതേപോലെ ജനറേറ്റർ അടക്കമുള്ള ധാരാളം സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 278 കോടി രൂപയ്ക്ക് എഗ്രിമെന്റ് ചെയ്തു. 100 കോടി രൂപയ്ക്ക് ഈ ബാലാനന്ദൻ കൊടുത്ത കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 100 കോടി രൂപയ്ക്ക് ബെൽ എന്ന് പറയുന്ന നവരത്ന സ്ഥാപനം പൂർത്തീകരിക്കാമെന്ന് പറയുന്ന സംഭവത്തിലാണ് പിണറായി വിജയൻ 278 കോടി രൂപയ്ക്ക് എഗ്രിമെന്റ് കൊടുത്തത്. അതായത് 178 കോടി രൂപ അതിൽ തന്നെ ലാഭം. അത് പിണറായി വിജയനുള്ള ഫണ്ടാണ്, അല്ലെങ്കിൽ ഇവർക്ക് പങ്കുവയ്ക്കാനുള്ള ഫണ്ടാണ്. കൂടാതെ വേറൊരു ഫണ്ട് കൂടി കിട്ടി. 98.3 കോടി രൂപ കേരളത്തിലെ മലബാറിലെ പാവപ്പെട്ട ക്യാൻസർ രോഗികളുടെ പേരിൽ കനേഡിയൻ ഗവൺമെന്റ് കൊടുക്കാവുന്ന ഫണ്ട് 98.3 കോടി രൂപയായിരുന്നു MOU വെച്ചത്. അതിൽ 75 കോടി രൂപ പിണറായി വിജയന്റെ ഭാര്യയുടെ പേരിലുള്ള കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്കാണ് വന്നത്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ 75 കോടി രൂപ പിണറായി വിജയൻ അങ്ങോട്ട് തട്ടിയെടുത്തു. അത് പിന്നീട് ദിലീപ് രാഹുലൻ എന്നെ തിരിച്ചയച്ചു പസഫിക് കൺട്രോൾസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലേക്ക്. അത് കാരണം ക്രൈം ഇങ്ങനെ ആരോപണം ഉന്നയിക്കുകയും കേസ് ഫയൽ ചെയ്യുകയും ചെയ്തപ്പം ഇവിടെ ഓൺ ദ സ്പോട്ട് തന്നെ സ്ഥാപനയെ പൂട്ടിപ്പോയി, സ്ഥാപനമില്ല എന്ന് റെക്കോർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. നമുക്കറിയാം, ഇപ്പോൾ വീണ വിജയൻ എന്ത് ചെയ്തു? എക്സാലോജിക് എന്നുള്ള കമ്പനിയുടെ പേരിൽ 2.78 കോടി രൂപ ഈ പറയുന്ന കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്ന് CMRL നിന്നും വന്നപ്പോൾ അതിപ്പം പൂട്ടിപ്പോയി. ഇതേപോലെ ഒരു പൂട്ടലാണ് സിംഗപ്പൂരിൽ നടത്തിയ പിണറായി വിജയൻ. അങ്ങനെ അപ്പോൾ ഇത്രയും ക്രിമിനൽ ബുദ്ധി ആർക്കുണ്ടാവുക? അതായത് 75 കോടി രൂപ കേരളത്തിലെ ജനങ്ങൾക്ക്, പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് വേണ്ട പണമാണ് അവിടെ അടിച്ചെടുത്തത്. ഇതേപോലെ 278 കോടി 100 കോടി രൂപയ്ക്ക് ഇവിടെ ബെൽ എന്ന് പറയുന്ന സ്ഥാപനം ചെയ്യാന്ന് പറയുന്ന സംഭവമാണ് 178 കോടി രൂപ അധികം എഴുതി ഉണ്ടാക്കി. പിന്നെ അതിനകത്ത് ഇവിടുന്ന് കിട്ടുന്ന പണം 278 കോടിക്ക് അഗ്രിമെന്റ് ചെയ്യുമ്പോൾ പിന്നീട് ഓരോ തവണയും കിട്ടുന്ന പണം അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലേക്കാണ് കിക്ക് ബാക്ക് വന്നുകൊണ്ടിരുന്നത്. അതും വന്ന ആരുടെ പേരിലാണ്? വീണ വിജയനെയും സൂരജിനെയും കൂടി പേരിലാണ്, ആദ്യത്തെ ഭർത്താവിൻ്റെയും പേരിലാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, പിണറായി വിജയൻ ഇതൊക്കെ ചെയ്തിട്ടും എല്ലാ തരത്തിലും അദ്ദേഹം പിടിച്ചു നിന്നു. അതാണ് അതിൻ്റെ പെരുങ്കള്ളന്റെ ഒരു കഴിവ്. അദ്ദേഹം പാർട്ടിയെ പറ്റിച്ച് എങ്ങനെ അറിയോ? 8 കോടി റുപ്യ പാർട്ടിക്ക് കൊടുത്തു. അത് എവിടെയാണ് കൊടുത്തത്? ശശിയുടെ കൈവശമായിരുന്നു. പാർട്ടി അന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി EK നായനാരുടെ ഭരണകാലത്ത് 1996 മുതൽ 2001 വരെ പെരുങ്കള്ളനായ P ശശി അന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. 8 കോടി റുപ്യ അദ്ദേഹത്തിനടുത്താണ് കൊടുത്തത്. എന്നിട്ട് എന്താ ചെയ്തത്? പാർട്ടിയിലെ സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് തിരുവനന്തപുരത്ത് AKG സെന്ററിന് മുന്നിൽ ശീതളീകരിച്ച ഉണ്ടാക്കി കൊടുത്തു? ശീതളീകരിച്ച ഫ്ലാറ്റുകൾ നിർമ്മിച്ചു കൊടുത്തു. അപ്പോൾ അവരാരും പിന്നെ മിണ്ടേയില്ല. ഇങ്ങനൊരു ബുദ്ധി സുകുമാരക്കുറുപ്പിനുണ്ടോ? ഇല്ല. പിണറായിക്ക് അങ്ങനെ ബുദ്ധി തോന്നുള്ളൂ. പാർട്ടിയെ കൂടെ നിർത്തുക. എന്നിട്ടോ 8 കോടി റുപ്യ ഒരു നക്കാപ്പിച്ച കൊടുത്തിട്ട് ഡൽഹിയിലും കൊടുത്തു 8 കോടി റുപ്യ. അങ്ങനെ പിണറായി വിജയൻ ഡൽഹിയിൽ ഹർഷവർദ്ധൻ സിംഗിന്റെ മരുമകനാണ് കൊടുത്തതെന്നൊക്കെയുള്ള ആരോപണം ഉണ്ടായത്. എന്താവട്ടെ, ഇവിടെ നമ്മളെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പിണറായി വിജയൻ ആസൂത്രിതമായി നടത്തിയ ശേഷം പാർട്ടി കയ്യിലായി. പാർട്ടി എന്ത് ചെയ്തു? പിന്നെ പിണറായി വിജയൻ ലാവലിംഗ് കേസ് വന്നപ്പോൾ ഞാനത് ഫൈറ്റ് ചെയ്ത് റെക്കോർഡൊക്കെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണ്? ഈ പാർട്ടി അദ്ദേഹം ചെയ്തത് പാർട്ടിയെ മുന്നിൽ നിർത്തി കളിച്ചു. പ്രകാശ് കാരാട്ടും അതേപോലെ കേരളത്തിലെ പാർട്ടിയും പിണറായി വിജയനോടൊപ്പം ഉറച്ചു നിന്നു. എന്താ കാരണം? അവരും കൊടുങ്ങും. അല്ലെങ്കിൽ ഒരു പങ്ക് അവിടെ കൊടുത്തപ്പോൾ അവർ കൊടുങ്ങും. ഇനി മറ്റൊരു കള്ളത്തരം നമ്മൾ പറയാം. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ കേസുകളും അട്ടിമറിച്ച് പിണറായി വിജയന് നിൽക്കാൻ കഴിഞ്ഞില്ലേ? നമുക്കറിയാം, പിണറായി വിജയന്റെ ലാവലിംഗ് കേസിൽ തിരുവനന്തപുരത്ത് ജഡ്ജിക്ക് എത്രയാണ് കൊടുത്തത്? 5 കോടി കൊടുത്തു എന്ന് ആരാ പറഞ്ഞറിയോ? അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് എന്നോട് പറയാം, MK ദാമോദരൻ. പിന്നെ ഹൈക്കോടതിയിലെ ജഡ്ജിക്ക് എത്രയാണ് കൊടുത്തറിയോ? ലാവലിംഗ് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ 25 കോടി രൂപ കൊടുത്തു എന്നാണ് MK ദാമോദരൻ എന്നോട് പറഞ്ഞത്.
ഡൽഹിയിൽ എത്ര കോടി കൊടുത്തു എന്നറിയാച്ചത് 75 കോടി രൂപ കൊടുക്കാൻ പ്ലാൻ ചെയ്തു, പക്ഷെ നടന്നില്ല. പക്ഷെ അന്നപ്പോഴേക്ക് കേന്ദ്ര ഗവൺമെന്റ് വന്നു. ആ കേന്ദ്ര ഗവൺമെന്റിനെ കയ്യിലെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലേ. ലാവ്ലിൻ കേസിൽ അദ്ദേഹം ജയിലിൽ കിടക്കുന്നതിന് പകരം കേന്ദ്രത്തിലെ BJPയെ പിടിച്ച് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ആശയം തലയിൽ കെട്ടിവെച്ച് ഇവിടുത്തെ ചില BJP നേതാക്കന്മാർക്കും കുറച്ച് കൊടുത്ത് അങ്ങനെ അവരെ ഒതുക്കിയില്ലേ. ഇപ്പം 2017 ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ വന്നിട്ട് 2026 വരെ 9 വർഷം നീട്ടിക്കൊണ്ടുപോകാൻ പിണറായി വിജയന് കഴിഞ്ഞെങ്കിൽ അദ്ദേഹം കള്ളന്മാർക്ക് കഞ്ഞി എടുത്തു കൊടുത്ത പെരുങ്കളനല്ലേ. അപ്പോൾ കേന്ദ്രത്തിലെ BJP ഗവൺമെന്റിനടക്കം കേരളത്തിലെ CPM-നടക്കം കയ്യിലെടുത്ത് അമ്മാനമാടി അദ്ദേഹത്തിന്റെ കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി വേറെ ഉണ്ട് കേസ്. നമ്മുടെ സ്വർണ്ണക്കള്ളക്കടത്ത് ഇവിടെ ഉണ്ടെന്ന് ആദ്യം വിളിച്ചു പറഞ്ഞ ആരാ? നമ്മുടെ സുരേന്ദ്രനാണ്. ആ കേസ് എന്തായി? നയതന്ത്ര ബാഗേജിലൂടെ സ്വർണ്ണക്കള്ളക്ക് നടത്തിയിട്ട് പിണറായി വിജയനെ തൊടാൻ പറ്റിയോ? ഇന്ന് വരെ ചോദ്യം ചെയ്തു? ഇല്ല. അതില് കോടാനുകോടി രൂപയാണ് അതിലൂടെ 33 തവണ ബിരിയാണി ചെമ്പിലൂടെയും അതേപോലെ ഖുർആന്റെ ചട്ടയിലൂടെയും ഈന്തപ്പഴ കുരുവായിട്ടൊക്കെ സ്വർണം കടത്തിക്കൊണ്ടുവന്നത്. ആ സ്വർണം കടത്തിക്കൊണ്ടുവന്ന കേസിൽ എന്തെങ്കിലും അദ്ദേഹത്തെ ചോദ്യം ചെയ്തോ? ഇല്ല, ചോദ്യം ചെയ്യില്ല. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിൽ അതിന്റെ ഒരു പങ്ക് നമ്മുടെ K. സുരേന്ദ്രനും V. മുരളീധരനും ഇതാക്കിയോടുകൂടി അവർ നിശബ്ദരായി. പിന്നെ അതിനെപ്പറ്റി മിണ്ടിയിട്ടിൽ എന്തുകൊണ്ടാണ് ഇന്ന് വരെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാത്തത്? പ്രധാനമന്ത്രി വന്നിട്ട് പോലും പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിനാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ പങ്കെന്ന്. ആ പാവം സ്വപ്ന സുരേഷിനെയും അതേപോലെ ശിവശങ്കറിനെയും തൊട്ടുന്നല്ലാതെ പിണറായി വിജയനെ തൊട്ടിട്ടില്ലല്ലോ. അവിടെയാണ് പിണറായി വിജയൻ മിടുക്ക്. ഇത്രയൊക്കെ കള്ളത്തരങ്ങൾ തട്ടിപ്പ് നടത്തിയിട്ട് അദ്ദേഹത്തെ തൊടാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞോ? കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. നമ്മുടെ മറ്റൊരു കേസുണ്ട്. ഏത്? ലൈഫ് മിഷൻ തട്ടിപ്പ്. ലൈഫ് മിഷൻ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? റെക്കർസൻ എന്ന് പറയുന്ന UAE-യിലെ ഒരു സ്ഥാപന സന്നദ്ധ സംഘടന കേരളത്തിലേക്ക് വടക്കാഞ്ചേരിയിൽ പ്രളയ ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. 19 കോടി രൂപയാണ് അവർ കൊടുക്കാൻ തീരുമാനിച്ചത്. ആ 19 കോടി രൂപ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ആര് അക്കൗണ്ടിൽ വരണം എന്നറിയോ? FCRA പ്രകാരം ലൈഫ് മിഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഒരു പ്രത്യേക അക്കൗണ്ടിൽ വരണം. എന്നാൽ പിണറായി വിജയൻ എന്താ ഇതറിയോ? ഇവിടെ ഒരു മറ്റൊരു സ്ഥാപനത്തിന് അത് മാറ്റി. യൂണിടെക് എന്ന് പറയുന്ന സന്തോഷ് ഷിപ്പിന്റെ സ്ഥാപനത്തിലേക്ക് പിണറായി വിജയൻ നിശ്ചയിച്ച് ഓർഡർ കൊടുത്ത് അത് 19 കോടി വെച്ചിട്ട് പങ്കുവെച്ചു. 9 കോടി രൂപയാണ് എല്ലാവരും പിണറായി വിജയനും മകളും പിന്നെ ശിവശങ്കറും പിന്നെ സ്വപ്നയെല്ലാം കൂടെ തട്ടിയെടുത്തത്. സ്വപ്ന സുരേഷിന്റെ ബാങ്ക് ലോക്കറിൽ വെച്ച 1 കോടി രൂപ വീണ വിജയനായി വേണ്ടിയിട്ടായിരുന്നു സ്വപ്ന സുരേഷ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പണം തട്ടിയെടുക്കുന്നതിലൊക്കെ അതിനിടെ എന്തെങ്കിലും ഇതുവരെ പിണറായി വിജയനെ ചോദ്യം ചെയ്തോ? മകളെ ചോദ്യം ചെയ്തോ? ഇല്ല. ഇനി മറ്റൊരു കേസാണ് നമ്മുടെ AI ക്യാമറേന്റെ കാര്യം. ഇവിടെ ആരാ പറഞ്ഞത്? ശോഭാ സുരേന്ദ്രനാണ് വിളിച്ചു പറഞ്ഞത്. റോഡുകളിലൊക്കെ തന്നെ AI ക്യാമറ വെക്കാനുള്ളത്. പക്ഷെ മിനിറ്റുകൾക്കുള്ളിൽ സെറ്റിൽമെന്റ് അവിടെ നടന്നു. ദുബായിൽ വെച്ച് സെറ്റിൽമെന്റ് നടന്നു. പിന്നെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ആയിട്ടുള്ള ആയിട്ട് സെറ്റിൽമെന്റ് അവിടെ വെച്ച് നടന്നു. ഒരു പരിപാടിയും പിന്നെ നടന്നില്ല. ശോഭാ സുരേന്ദ്രനൊക്കെ പറഞ്ഞത് വെറുതെയായി. ഇതേപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് നമ്മുടെ കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട കേസ്. കരിമണൽ കർത്തയുടെ ബന്ധപ്പെട്ട കേസിൽ എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. ഇതുവരെ അവരെ തൊട്ട് പോലില്ല. അവർക്ക് പേരിൽ, അതായത് പിണറായി വിജയന്റെ സ്വാധീനത്തിൽ മാത്രമാണ് ഈ പറയുന്ന 2.78 കോടി രൂപ വീണ വിജയന്റെ കമ്പനിയിലേക്ക്, എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിയിലേക്ക് വന്നത്. വ്യക്തമായ തെളിവുള്ള കേസ് ഇന്നേ വരെ വീണ വിജയൻ തൊട്ടിട്ടുണ്ടോ? എന്തിന്? ഇതിന്റെ സ്വാധീനം എങ്ങനെയാണ്? പിണറായി വിജയന്റെ അഴിമതിന്റെ ഭാഗമായിട്ടാണ് ഈ പണം വന്നിരിക്കുന്നത്. കൂടാതെ 5000 കോടി രൂപ അവർ തട്ടിയെടുത്തിട്ടുണ്ട്. കരിമണൽ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് അവർക്ക് കരിമണൽ ഇൽമിനേറ്റ് എത്തിച്ചു കൊടുത്തതിന്റെ ഭാഗമായിട്ട് തട്ടിയെടുത്തിട്ടുണ്ട്. അത് വേറെ വശം. കണക്കും കാര്യമില്ലായിരിക്കും. അത് കണക്കുള്ള കാര്യം. എന്തുകൊണ്ടാണ് വീണ വിജയൻ അറസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ചോദ്യം ചെയ്യാത്തത്? ഇതുവരെ ഒന്നും ഉണ്ടായില്ല. കുറെ കാലമായില്ലേ അതിന്റെ പേരിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനും അതേപോലെ എൻഫോഴ്സ്മെന്റും നടക്കുന്നത്. അതിലപ്പുറത്തേക്കുള്ള കാര്യമാണ് ഡോളർ തിരിച്ചയച്ചത്. അതായത് ഇവിടെ നിന്ന് $100 കോടി എന്ന് പറഞ്ഞാൽ എത്ര രൂപ അറിയാലോ? അതിന്റെ 100 കോടി എന്ന് പറഞ്ഞാൽ $1 എന്ന് പറഞ്ഞാൽ 100 രൂപ എപ്പോഴത്തെ കൂട്ടിക്കോളൂ. എത്രയായി? 100 കോടി എന്ന് പറയുമ്പോൾ 10,000 കോടി രൂപയായി. ആ 10,000 കോടി രൂപ വിദേശത്തേക്ക് കടത്തിയ കേസിൽ പിണറായി വിജയൻ ഇന്നേ വരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? കൃത്യമായി സ്വപ്ന സുരേഷ് മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കേസുകളിലെല്ലാം തന്നെ രക്ഷപ്പെട്ട് ഇപ്പോഴും പ്രതിപക്ഷ നേതാവായി കഴിയുന്ന, എല്ലാ തരത്തിലും സസുഖം വാണരുളുന്ന തട്ടിപ്പുകളെല്ലാം നടത്തി, മോഷണം നടത്തി, അഴിമതി നടത്തി, എല്ലാ വൃത്തികളും നടത്തിയിട്ടും എന്തിന് TP ചന്ദ്രശേഖരനെ അടക്കം കൊന്നിട്ടുള്ളതിന്റെ പിന്നിൽ ആരാ?
അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനല്ലേ. ഇത്രയൊക്കെ കൊലപാതകങ്ങളും ക്രിമിനൽ കുറ്റങ്ങളും തട്ടിപ്പുകളും അഴിമതിയും നടത്തിയിട്ടുള്ള പിണറായി വിജയൻ ഇതിന് 10,000 കോടി രൂപയുടെ അദ്ദേഹത്തിന്റെ വിദേശ നിക്ഷേപത്തിന്റെ രേഖകളാണ് എനിക്ക് കിട്ടിയത്, എൻ്റെ കൈവശം കിട്ടിയത്. അത് എൻ്റെ പേരിൽ അന്ന് തന്നെ ഒരു കള്ളക്കേസ് എടുത്തു, എൻ്റെ വീട് ഓഫീസിൽ റെയ്ഡ് ചെയ്ത സാധനം എടുത്തുകൊണ്ടുപോയി. അപ്പം ഇങ്ങനെ എല്ലാ തരത്തിലും ഭരണം ഉപയോഗിച്ചും അല്ലാതെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്നുള്ള രൂപത്തിലും പാർട്ടിയെയും അതേപോലെ ഭരണത്തെയും തട്ടിപ്പ് നടത്താൻ ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപ വിദേശത്തുണ്ടാക്കിയ പിണറായി വിജയനാണോ? എന്നിട്ട് പബ്ലിക്കായിട്ട് അധികം മാന്യനായി എപ്പോഴും പറയുന്നത് എന്താ, ഞാൻ ശുദ്ധനാണ്, എൻ്റെ കൈകൾ ശുദ്ധമാണ്, മടിയിൽ കനമില്ലാത്തവർ എന്തിനാണ് പേടിക്കുന്നത് എന്നിട്ട് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹത്തെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ മുന്നിൽ, അദ്ദേഹത്തെ പോലെ കൊടും ക്രിമിനലായ പിണറായി വിജയന്റെ മുന്നിൽ ഈ പറയുന്ന സുകുമാരക്കുറുപ്പ് ഒന്നുമല്ല. നമ്മളൊക്കെ വിചാരിച്ചത് സുകുമാരക്കുറുപ്പാണ് ഏറ്റവും കേരളം കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ എന്നാണ്. എന്നാൽ കൊടും ക്രിമിനൽ എന്ന പേര് കൃത്യമായും പിണറായി വിജയന്റെ പേരിൽ നിന്ന് മാറ്റാൻ പറ്റും. കാരണം അത് നമ്മൾ താഴെ കൊണ്ടുപോയാൽ സുകുമാരക്കുറുപ്പ് പോലും നാണിച്ചു പോകും. കേരളം കണ്ട ഏറ്റവും വലിയ കൊടും ക്രിമിനൽ എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെ. അതിൽ യാതൊരു മാറ്റവുമില്ല എന്നുള്ളത് ആണ് യഥാർത്ഥ സത്യം. ഇവർ രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പോൾ സുകുമാരക്കുറുപ്പ് ഒരു ചെറിയ ഒരു ഇര മാത്രമാണെങ്കിൽ പിണറായി വിജയൻ വമ്പൻ സ്രാവാണ് എന്ന് തീർത്ത് പറയാൻ പറ്റും.